റീ റിലീസുകൾ കാണാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസം ചൊവ്വാഴ്ചയാണ്. PVR വെറും ₹92 മാത്രമേ ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ കയ്യിന്ന് ചാർജ് ചെയ്യുന്നുള്ളൂ. അമേസിംഗ് സ്പൈഡർമാൻ 2 ചിത്രങ്ങളും കാണാൻ ഞാൻ ചൊവ്വാഴ്ചയാണ് തിരഞ്ഞെടുത്തത്. അമേസിംഗ് സ്പൈഡർമാൻ 2 ഞാൻ കണ്ടത് PVR ലുലു മാളിലുള്ള ഓഡി 3യിലാണ്. ഓഡി 3 ആക്ച്വലി ഒരു ഫ്ലാറ്റ് സ്ക്രീനാണ്. പക്ഷേ അവർ റീ റിലീസ് വരുന്ന സിനിമകളെല്ലാം സ്ഥിരമായി ഓഡി 3യിലാണ് ഇടുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് സ്കോപ്പ് ബോർഡ് ആയതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് സ്ക്രീനിൽ ഇട്ടതുകൊണ്ട് മുകളിലും താഴെയും നമുക്ക് ലെറ്റർ ബോക്സിലായിട്ടാണ് ഈ സിനിമ കാണാൻ പറ്റിയത്. പക്ഷേ പക്കാ ക്ലാരിറ്റി ആയിരുന്നു. പക്കാ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഗംഭീര ക്ലാരിറ്റി. നിങ്ങളിപ്പോൾ ഓൾറെഡി അതിൻ്റെ വിഷ്വൽസ് കാണും. ഇതിൻ്റെ ഓപ്പണിംഗ് സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്വിങ്ങിങ് സ്പൈഡർമാൻ്റെ സ്വിങ്ങിങ് സീക്വൻസിനകത്ത് വൺ ഓഫ് ദ ബെസ്റ്റാണ്. അതായത് എൻറ്റയർ സ്പൈഡർമാൻ ലൈവ് ആക്ഷൻ പടങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൽ കാണാവുന്ന ഏറ്റവും ബെസ്റ്റ് സ്വിങ്ങിങ് സീക്വൻസ് ഉള്ളത് അമേസിംഗ് സ്പൈഡർമാനിലാണ്. ഇത് സെക്കൻഡ് പാർട്ട് തുടങ്ങുന്നത് തന്നെ ആ ഒരു വെബ് സ്വിങ്ങിങ്ങിൻ്റെ സീക്വൻസാണ്. നല്ല കിഡിലൻ കളേഴ്സ്, കിഡിലൻ ക്ലാരിറ്റി ഉള്ള കിഡിലൻ DCP ആണ് ഇവിടെ ലുലുവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇനിയും ഈ സിനിമ കാണാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ലുലു PVR എന്ന് പറയുന്നതും ഒരു നല്ലൊരു ഓപ്ഷനാണ്. മുകളിലും താഴെയും നിങ്ങൾക്ക് ബ്ലാക്ക് ബാർസ് വരുന്നത് ഒരു പ്രശ്നമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പറ്റിയ നല്ലൊരു സ്ക്രീൻ തന്നെയാണ്. കാരണം റീ റിലീസ് കൂടുതലും സ്ക്രീൻ 3യിലാണ്. സ്പൈഡർമാൻ 1 അതായത് ഒറിജിനൽ ട്രിളജിയിൽ വരുന്നിരിക്കുന്ന സ്പൈഡർമാൻ 1ഉം ഈ സ്ക്രീൻ 3യിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇതേ ദിവസം തന്നെ കണ്ടത്. അപ്പോൾ ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ ₹92 ഓഫർ ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് ₹92 ഓഫർ ഉണ്ടാവില്ല. റീ റിലീസുകൾ ഇതുപോലുള്ള സിനിമകൾ ഇപ്പോൾ അടുത്ത ആഴ്ചയാണെന്നുണ്ടെങ്കിൽ നമുക്ക് MCUടെയാണ് വരുന്നത് സ്പൈഡർമാൻ ഒരു ട്രിളജി. അപ്പോൾ അതിൽ റീ റിലീസ് സിനിമകൾ കാണാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കറക്റ്റ് ഓർഡറിൽ ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ഞാൻ കണ്ടത് സ്പൈഡർമാൻ 2 അതായത് അമേസിംഗ് സ്പൈഡർമാൻ 2 ആണ് ആദ്യം കണ്ടത്. അതിനുശേഷമാണ് അമേസിംഗ് സ്പൈഡർമാൻ ഫസ്റ്റ് പാർട്ട് കണ്ടത്. അപ്പോൾ അതിനകത്ത് ഞാനിത് ഈ പടം കാണാത്തത് കൊണ്ട് തന്നെ തുടക്കത്തിൽ ആ ഒരു ഗ്വെൻ്റെ അച്ഛനെ കാണിക്കുന്ന സീക്വൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ പെട്ടെന്ന്, കാരണം അത്ര പെട്ടെന്നൊന്നും ഓർമ്മ പോകില്ലല്ലോ. പിന്നെ കോമിക്സും കാര്യങ്ങളൊക്കെ ഒരു ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഗ്വെൻ്റെ അച്ഛനെ കാണിക്കുന്ന ഓക്കെ, അപ്പോൾ ഈ പുള്ളി ഫസ്റ്റ് പാർട്ടിൽ മരിച്ചു എന്നുള്ളത് നമുക്കൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും ആ ഒരു ഓർഡറിൽ കാണുന്നതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ പടത്തിൽ ആൻഡ്രൂവിൻ്റെ പെർഫോമൻസ് അമേസിംഗ് സ്പൈഡർമാൻ 1നേക്കാളും ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു ഹാർട്ട് ബ്രേക്ക്, പിന്നെ അതിൻ്റെ ഒരു ലോൺലിനെസ്, ഗിൽറ്റ്, ആ ഒരു സംഭവങ്ങളൊക്കെ ആൻഡ്രൂ കിഡിലനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ സ്പൈഡർമാനായിട്ട് അഭിനയിച്ചിരിക്കുന്ന 3 ആളുകളിൽ 3 പ്രധാനപ്പെട്ട ആ താരങ്ങളിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിക്ക് ചെയ്യുക ആൻഡ്രൂവിൻ്റെ ഒരു പെർഫോമൻസാണ്. കാരണം ഈ സിനിമയിൽ ആൻഡ്രൂവിൻ്റെ ആ ഒരു പല റേഞ്ചിൽ വരുന്ന പല സംഭവങ്ങളുണ്ട്. അതെല്ലാം പുള്ളി കിഡിലനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനകത്ത് ഗ്വെന്നുമായിട്ടുള്ള കെമിസ്ട്രി ഈസ് ഓൾവേസ്. കാരണം എനിക്ക് തോന്നുന്നു ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവർ റിയൽ ലൈഫിലും ഇവർ റൊമാൻറ്റിക്കലി ഇൻവോൾവ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ആ ടൈമിലൊക്കെ ഇങ്ങനെ ഒരു പാപ്പരാസി ന്യൂസൊക്കെ ഇടയ്ക്കൊക്കെ നോക്കുമായിരുന്നു. കാരണം പ്രായം അതായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ കെമിസ്ട്രി ബോണസായിട്ട് നമുക്കിതിൽ കാണാം. പിന്നെ ഞാൻ സ്യൂട്ടിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി അമേസിംഗ് സ്പൈഡർമാൻ്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞായിരുന്നു. നല്ല ബ്രൈറ്റ് കളേഴ്സ്, പിന്നെ എക്സ്പ്രസീവ് ഐസ്, ആ സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ട് ആക്ച്വലി ഒരു കോമിക് ആക്യുറേറ്റഡ് ആയിട്ടുള്ളൊരു സ്യൂട്ട് ഒറിജിനൽ ട്രിളജി കഴിഞ്ഞിട്ട് പിന്നെ വന്നത് അമേസിംഗ് സ്പൈഡർമാനാണ്. പിന്നെ വെബ് ഷൂട്ടേഴ്സിൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഒരു പീറ്റർ പാർക്കർ എന്ന് പറയുന്ന ആളുടെ ഒരു ക്രിയേറ്റിവിറ്റി, ആളുടെ ഒരു സയൻറ്റിഫിക് ആ ഒരു സൈഡും കൂടിയൊക്കെ കൂടുതൽ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത് ദ അമേസിംഗ് സ്പൈഡർമാൻ സീരീസിലാണ്. പിന്നെ ഈ പടത്തിൻ്റെ മ്യൂസിക് ആൻഡ് സൗണ്ട് മിക്സിങ്, ദ ലെജൻഡറി ഹാൻസ് സിമ്മറാണ് ഈ പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എടുത്തറിയാനുണ്ട്. പിന്നെ സൗണ്ട് മിക്സിങ് ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള സൗണ്ട് മിക്സിംഗ് ആണ്. ഒരു കിഡിലൻ വർക്കാണ് ഇവർ ഈ പടത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇത്രയും വർഷങ്ങൾ മുമ്പുള്ളൊരു പടമാണ്, പക്ഷേ ഇന്നും ആ റീ റിലീസിൻ്റെ ഭാഗമായിട്ട് തിയേറ്ററിലിരിക്കുമ്പോൾ ആ സൗണ്ട് മിക്സിങ്, അതിൻ്റെ സറൗണ്ടിങ്, ഇതൊക്കെ നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒറിജിനൽ ട്രിളജിയുടെ അത്ര ഇല്ലെങ്കിലും പീറ്ററിൻ്റെ ഇമോഷണൽ ആർക്ക് നല്ല രീതിയിൽ തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ള എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിനകത്ത് ഗ്വെൻ സ്റ്റേസിയുടെ ക്യാരക്ടർ ആക്ച്വലി അടിപൊളിയാണ്. ഇതിനകത്ത് MJ പോലെ അല്ല. MJ ഓക്കെ സ്പൈഡർമാൻ വന്ന് എന്നെ രക്ഷിക്കുമെന്നും പറഞ്ഞ് അങ്ങനെ വന്ന് നിൽക്കാതെ കുറച്ചും കൂടി ആയിട്ടുള്ള, അതായത് ഒരു സ്വന്തമായിട്ടൊക്കെ ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന, കുറച്ച് ഒരു ആക്റ്റീവായിട്ടുള്ള അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറായിരുന്നു ഗ്വെൻ. പിന്നെ കോമിക്കിൽ എങ്ങനെ വന്നാലും ഗ്വെൻ ഗ്രീൻ ഗോബ്ലിൻ്റെ കൈ കൊണ്ട് ചാവണം എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പടത്തിൽ അതിൻ്റേതായിട്ടുള്ള ഗ്വെൻ്റെ ആ ഒരു ക്യാരക്ടർ പിന്നെ തീർക്കണമല്ലോ, പിന്നെ MJയിലേക്ക് പോകണമല്ലോ. അതുകൊണ്ട് ആ ഗ്വെൻ നമുക്ക് അധികം കാണാൻ പറ്റാത്തൊരു ക്യാരക്ടറായിട്ട് മാറി ആക്ച്വലി. ഏതെങ്കിലുമൊക്കെ ഒരു ടൈം ലൈൻ വന്നിട്ട് അതിനകത്ത് MJ ഇല്ല. അതിപ്പോൾ MJ എന്ന് പറയുന്നത് പുതിയ MCUയിലുള്ള പുതിയ MJ ആണെങ്കിലും അല്ലെങ്കിൽ പഴയ മേരി ജെയിൻ MJ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും ഇല്ലാതെ പീറ്ററിന് ഗ്വെൻ മാത്രമായിട്ടുള്ളൊരു യൂണിവേഴ്സ് വരുന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. കാരണം ഗ്വെൻ അത് ഇങ്ങനെ പെട്ടെന്ന് മരിച്ചു പോകേണ്ട ഒരു ക്യാരക്ടറല്ല. നമുക്ക് ആ ഒരു സങ്കടം ഫീൽ ചെയ്യും.
പിന്നെ ഈ പടത്തിലെ നെഗറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്പൈഡർമാൻ 3യുടെ കാര്യത്തിൽ സ്റ്റുഡിയോ ചെയ്തു വെച്ച അതേ പ്രശ്നങ്ങൾ തന്നെ അമേസിംഗ് സ്പൈഡർമാൻ 2ൻ്റെ കാര്യത്തിലും കാണാം. 3 വില്ലന്മാർ, ഇവർക്ക് 3 വില്ലന്മാർ വേണമെന്ന് നിർബന്ധമുള്ള പോലെയാണ്. എന്നാൽ പിന്നെ മര്യാദക്ക് വെൽ റിട്ടേൺ ആയിട്ടൊക്കെ എന്തെങ്കിലും എഴുതുമോ? അതുമില്ല. ഇപ്പോൾ ഇതിൽ ഇലക്ട്രോ ആണ് ഇതിനകത്ത് മെയിൻ വില്ലനായിട്ട് കാണിക്കുന്നത്. ആ ഇലക്ട്രോയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തോന്നും ഭയങ്കര സിമ്പത്തറ്റിക് ആയിട്ട് തോന്നും, പിന്നെ കാണിക്കുമ്പോൾ വേറെ. അതായത് ആ ഒരു ക്യാരക്ടർ ഡയമെൻഷൻ തന്നെ അത്ര വേണ്ട രീതിയിലല്ല എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ഇലക്ട്രോയ്ക്കാണ് ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈമും കാര്യങ്ങളൊക്കെ ഉള്ള വില്ലൻ. പിന്നെ ഗ്രീൻ ഗോബ്ലിൻ ഈ ഗ്വെൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ് കോമിക്കിൽ അങ്ങനെയാണ്, ഗ്രീൻ ഗോബ്ലിനാണ് ഗ്വെന്നെ കൊല്ലുന്നത്. അപ്പോൾ അതിന് വേണ്ടി അതിനകത്ത് ഹാരി ഗ്രീൻ ഗോബ്ലിൻ ആകുന്നു. അതെല്ലാം ഭയങ്കര റഷ്ഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഹാരി ഗ്രീൻ ഗോബ്ലിനായിട്ട് വരുന്നു, പിന്നെ ഗ്വെൻ മരിക്കുന്നു. ഈ ഒരു സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ ഗ്വെൻ മരിക്കുന്നതിന് ഒരു ഇമോഷണൽ ഒരു നമുക്ക് ആ ക്യാരക്ടറിനോടുള്ളൊരു താല്പര്യം കൊണ്ട് നമുക്കൊരു ഇമോഷണൽ ഒരു ഉറക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഈ വില്ലൻ ഗ്രീൻ ഗോബ്ലിൻ, അതായത് ഹാരി ഓസ്ബോണിൻ്റെ ക്യാരക്ടറൊക്കെ ഭയങ്കര ലേസി റൈറ്റിംഗ് ആണ്. പിന്നെ ക്ലൈമാക്സിൽ റൈനോ വരുന്നുണ്ട്, അത് അതിലും വലിയ കോമഡി. അതായത് 3 വില്ലന്മാരുണ്ട്, 3 എണ്ണവും പ്രോപ്പറായിട്ടല്ല എഴുതിയിരിക്കുന്നത്. പിന്നെ എങ്ങനെ ശരിയാവാനാണ്? അതുകൊണ്ട് തന്നെയൊക്കെ അതുകൊണ്ടാവാം ഈ അമേസിംഗ് സ്പൈഡർമാൻ 2 എന്നുള്ള സിനിമയ്ക്ക് ശേഷം പിന്നെ വീണ്ടും ഇവർ ഇതിനകത്ത് ആ ഒരു സിനിസ്റ്റർ 6നെയൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ പോലും അത് പ്രോപ്പറായിട്ട് അത് ഡെവലപ്പ് ചെയ്ത ഒരു മൂന്നാമത്തെ ഒരു സിനിമ വന്നില്ല. അത് ഈ സ്റ്റുഡിയോ ഒരുപാട് ഇടപെടുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സോണി സ്പൈഡർമാൻ 3യിൽ കാണിച്ച അതേ പ്രശ്നം തന്നെയായിരിക്കും ഇതിനകത്തേക്ക് കാണിച്ചിരിക്കുന്നത്. 3 വില്ലന്മാർ, എന്ത് കാര്യം ഉണ്ടായിട്ട്? പ്രോപ്പറായിട്ട് ഒരു വില്ലനാണെന്നുണ്ടെങ്കിൽ മര്യാദക്ക് പോകില്ലേ? ഓൾറെഡി അമേസിംഗ് സ്പൈഡർമാൻ 1ൽ ലിസാർഡ് എന്നുള്ള ആ ഒരു വില്ലൻ ഒട്ടും എഫക്റ്റീവ് അല്ലാത്തൊരു വില്ലനായിരുന്നു. ഇത് സെക്കൻഡ് പാർട്ടിലേക്ക് വന്നപ്പോൾ 3 വില്ലന്മാരുണ്ടെങ്കിൽ 3 കണക്ക് ആ രീതിയിലായിപ്പോയി. പീറ്ററിൻ്റെ പാരൻസിൻ്റെ മിസ്റ്ററി എന്ന് പറയുന്ന ആ ഒരു സംഭവം അതിനകത്ത് വരുന്നുണ്ട്. അത് ഫസ്റ്റ് പാർട്ടിൽ അതിൻ്റെ ഒരു ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടിലാണ് അത് കൂടുതലായിട്ട് വരുന്നത്. അത് പ്രോപ്പറായിട്ട് കൺവേ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൺവേ ചെയ്തിട്ടില്ല. അതായത് ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പകുതിക്ക് വെച്ചിട്ടേച്ച് പോയിട്ടുള്ളത്. അങ്ങനെ ഒരു റഷ്ഡ് ഫീലിംഗ് ആണ് ഈ അമേസിംഗ് സ്പൈഡർമാൻ 2 എന്ന് പറയുന്ന സിനിമയിൽ മൊത്തത്തിലുള്ളത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ലാഗിങ്, അതായത് സ്പേസിങ് ഇഷ്യൂ ഉണ്ട്. 2 മണിക്കൂർ 22 മിനിറ്റ് എന്തുമാണ് ഈ സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആ ഒരു ലാഗ് അടിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ മൊത്തത്തിൽ ഈ സിനിമയോട് മൊത്തം നമ്മളിപ്പോൾ സ്പൈഡർമാൻ ലൈവ് ആക്ഷൻ സിനിമകൾ എത്ര എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടോ അതിനകത്ത് ഏറ്റവും താഴത്തെ സ്ഥാനം ഇതിന് കിട്ടാനുള്ള കാരണം ഈ ഒരു കാരണം കൊണ്ടാണ്. കാരണം നമുക്ക് ഇമോഷണൽ കണക്ഷൻ തീരെയില്ല. അപ്പോൾ പീറ്ററിൻ്റെ പാരൻസിൻ്റെ ആ ഒരു അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ഡീറ്റെയിലിങ്ങിലൂടെ നല്ല രീതിയിലൊക്കെ പറയാമായിരുന്നു. പക്ഷേ അത് പ്രോപ്പറായിട്ടൊന്നും അല്ല പോകുന്നത്. അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങളുണ്ട് അമേസിംഗ് സ്പൈഡർമാൻ 2 എന്ന് പറഞ്ഞ ഈ സിനിമയ്ക്ക്. എന്നിരുന്നാലും ആൻഡ്രൂവിൻ്റെ സ്പൈഡർമാൻ ആക്ച്വലി അതൊരു നല്ല സ്പൈഡർമാൻ ആയിരുന്നു. സോ എനിക്ക് തോന്നുന്നു നോവേ ഹോമിൽ ഈ ആൻഡ്രൂവിനെ കാണിക്കുമ്പോൾ ആ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് അത്രയേറെ ആൾക്കാർ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സ്പൈഡർമാനാണ്. അതാണ് ആദ്യം ടോബിനേക്കാളും മുമ്പ് കാണിക്കുന്ന ആൻഡ്രൂവിനെയാണല്ലോ ഈ MCUയുടെ സ്പൈഡർമാനിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സ്ലീപ്പർ സെൽസായിട്ട് കിടക്കുന്ന ഫാൻസൊക്കെ ആയിരിക്കാം ആൻഡ്രൂവിനുണ്ടായിരുന്നത്. ആൻഡ്രൂവിൻ്റെ സ്പൈഡർമാൻ ആക്ച്വലി ആ സ്വിങ്ങിങ് ഷോട്ട്സ് തന്നെ മതി നമ്മൾ ഫാൻസ് ആവാൻ. അപ്പം അങ്ങനെയുള്ളതായിരുന്നു, ഡിസർവ് ചെയ്തിരുന്നു ആൻഡ്രൂവിന്. അതായത് ഈ സ്റ്റുഡിയോ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ആൻഡ്രൂ എന്ന് പറയുന്ന നടന് ഒരു അമേസിംഗ് സ്പൈഡർമാൻ 3 എന്നും പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു നല്ലൊരു സിനിമ ഡിസർവ് ചെയ്തിരുന്നു. അത് കിട്ടിയില്ല. അപ്പോൾ ആ ഒരു കുറവാണ് MCUവിൽ ഒരു ചെറിയൊരു ക്യാമിയോയിൽ വന്നപ്പോൾ ആ ഒരു ഫാൻസ് അത് കൈയടിച്ച് അങ്ങ് ആ ഒരു കുറവ് ഒന്നും നികന്നു പോവില്ല. എന്നാൽ പോലും അവരുടെ ആ ഒരു ഫാൻസിന് വേറൊന്നും ചെയ്യാനോ ഒരു ഫാൻ സർവീസ് ആയിരുന്നല്ലോ MCUയുടെ ലാസ്റ്റ് വന്ന സ്പൈഡർമാൻ. അപ്പോൾ ഇനി അടുത്ത ആഴ്ച ടോം ഹോളണ്ടിൻ്റെ MCU ആ ഒരു സ്പൈഡർമാൻ്റെ ആ ഒരു ട്രിളജിയാണ് റിലീസാകാൻ പോകുന്നത്. സോ അത് ആക്ച്വലി തിയേറ്ററിൽ കണ്ടപ്പോഴേ കണ്ടിട്ടുള്ളൂ, പിന്നെ ഒരിക്കലും റീവാച്ച് ചെയ്തിട്ടില്ല. അറിയാലോ എൻ ഗെയിമിന് ശേഷമാണ് സ്പൈഡർമാൻ്റെ ആദ്യത്തെ ഫാർ ഫ്രം ഹോമിന് പിന്നെയും കുറച്ചൊരു ഹോപ്പും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അങ്ങ് MCU മൊത്തത്തിൽ തകർന്നടിഞ്ഞതുകൊണ്ട് തന്നെ മൊത്തത്തിൽ MCUവിനോട് തന്നെ വലിയ താല്പര്യമില്ലാത്ത രീതിയിലായിപ്പോൾ. അതുകൊണ്ട് ഇത് ഈ സിനിമകളൊന്നും ടോമിൻ്റെ സ്പൈഡർമാനൊന്നും ഞാൻ റീവാച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ റീവാച്ച് ചെയ്യാൻ തിയേറ്ററിൽ ഒരു ചാൻസ് കിട്ടുകയാണ്. അപ്പോൾ ആ സിനിമകളുടെ റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.